Hi friends, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള വൈറ്റ് സോസ് പാസ്തയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പാസ്ത വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ദറം വീറ്റ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്ത നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ളത് വാങ്ങിക്കുവാൻ കിട്ടും. ഏത് ടൈപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ പാസ്ത കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് പാസ്തയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. പാസ്ത കുക്ക് ചെയ്തെടുക്കേണ്ട ആ ഒരു കുക്കിംഗ് ടൈം പാസ്തയുടെ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിത് കുക്കായിട്ട് കിട്ടുവാൻ 8 തുടങ്ങി 10 മിനിറ്റ് വരെയൊക്കെ ടൈം എടുക്കും. പാസ്ത കുക്ക് ചെയ്യുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പാസ്ത കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പാസ്ത കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറികൾ വഴറ്റിയെടുക്കണം. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഈ ഒരു പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികളെല്ലാം ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്കായി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ പച്ചക്കറികളെല്ലാം പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. വഴറ്റിയെടുത്ത പച്ചക്കറികൾ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായി വന്നാൽ മാത്രം മതി, കളർ മാറരുത്. ബട്ടർ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മൈദയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം. അതുവരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. മൈദയുടെ കളർ മാറേണ്ട ആവശ്യമില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോൾ മൈദയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു സോസാണ് നമുക്ക് വേണ്ടത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോൾ ഇവിടെ പാൽ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോസ് ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്. ഇപ്പോൾ നമ്മുടെ സോസ് പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ സോസിൻ്റെ കറക്റ്റ് തിക്നെസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഇതുപോലെ സോസിൽ മുക്കിയതിന് ശേഷം വരച്ച് നോക്കിയാൽ മതി. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയായി കഴിയുമ്പോൾ വര ഇതുപോലെ തന്നെ നിൽക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സോസിന് പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്ത ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന പാസ്തയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാസ്ത തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.